നമ്മൾ ഈ എപ്പിസോഡിൻ്റെ മൂന്നാം സെഷനിൽ ഇഗ്നൈറ്റ് 2024 മൂന്നാം സെഷനിൽ ജീവിത മൂല്യങ്ങളും ജീവിതശൈലികളും എന്ന പ്രമേയത്തെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഏറെക്കുറെ പലതിനെ നമ്മൾ ഒന്ന് ഉപരിപ്ലവമായിട്ടൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കൂട്ടിച്ചേർക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? സഹിഷ്ണുത, ടോളറൻസ്. നമ്മുടെ ഇപ്പോഴത്തെ ഈ കാലത്തെ കുട്ടികൾക്ക് എന്തൊരു ചെറിയ ഒരു തെറ്റ് വന്നാൽ പോലും അല്ലെങ്കിൽ അവർക്ക് സഹിക്കാനുള്ളൊരു മനസ്സില്ല. ഉടനെ അതിനൊരു സൊല്യൂഷനായിട്ട് ആത്മഹത്യയാണ് അവർ. ഈ പറയുന്ന പോയിന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സഹിഷ്ണുതയില്ലാത്തൊരു സമൂഹമാണ് ഇന്നത്തെ കേരള സമൂഹം എന്ന് പറയുന്നത്, ഭാരത സമൂഹം എന്ന് പറയുന്നത്. മതങ്ങൾ തമ്മിൽ, വിശ്വാസങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ ഒരേ പ്രായത്തിലുള്ള ആൾക്കാർ തമ്മിൽ അസഹിഷ്ണുതയോടെ പെരുമാറുന്ന ശൈലി കൂടിക്കൂടി വരിക. നിങ്ങൾക്ക് എന്തെങ്കിലും അതിനകത്ത്? ഇപ്പോൾ നമുക്ക് ഈ ശ്രവിക്കാൻ, നമ്മളെ പറയുന്ന കാര്യങ്ങൾ ശ്രവിക്കാൻ ആരും ഇല്ല. എല്ലാവരും സംസാരിക്കാനാണ് കൂടുതൽ ഈ കാലത്ത് ശ്രദ്ധിക്കുന്നത്. അപ്പം നമ്മുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് തുറന്നു പറയാൻ ആരും ഇല്ലാതെ അത് അവിടെ അതെ, എല്ലാവരും വളരെ ടോക്കറ്റീവാണ്. ആരും ലിസൺ ചെയ്യാൻ ശ്രമിക്കുന്നില്ല. അപ്പം നമ്മളിങ്ങനെ നോക്കുകയാണ്, നമ്മുടെ മനസ്സിലുള്ള കാര്യം നമ്മുടെ മനസ്സിലിരുന്ന് വീണ്ടും അത് വിഷമം ഇങ്ങനെ കൂടിയാണ് അവസാനം നിരാശ, ഡിപ്രഷനൊക്കെ ഉണ്ടാവുന്നത്. ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, അതുപോലെ വിശ്വസിക്കാൻ ഒരാളെ കിട്ടുന്നില്ല. അതെ, സത്യസന്ധമായ കൂട്ടുകാരോ എപ്പോഴും നമുക്ക് കിട്ടണമെന്നില്ലല്ലോ. നമ്മളെ വഞ്ചിച്ചു പോകുന്നവരും ഉണ്ടാവും ചിലവര്. നമുക്ക് വിശ്വസിക്കാൻ ആരെയും ഈ തലമുറയിൽ അങ്ങനെ എല്ലാവരും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മളെല്ലാം ഒരു വിശ്വാസം ഉണ്ടാക്കി വരേണ്ടത്. അതായത് നമ്മൾ നമ്മുടെ ഒരു കൂട്ടുകാരൻ തമ്മിലുള്ള ഒരു വിശ്വാസം അത് കൂടുതലും ദൃഢപ്പെടുത്തേണ്ടത്. മറ്റൊരാൾ എങ്ങനെയായിരിക്കുന്നു എന്നതിനേക്കാൾ ഉപരി നമ്മൾ എങ്ങനെയായിരിക്കും. നമ്മൾ ഇപ്പം അയാൾ നമ്മളോട് പറഞ്ഞാൽ അത് നമ്മളിൽ തന്നെ ഒതുങ്ങുമോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. നമ്മളെങ്ങനെയാണോ അവരെ അതുപോലെ തന്നെ നമ്മളെയും ട്രീറ്റ് ചെയ്യത്തുള്ളൂ. അങ്ങനെയുള്ളവരെ നമ്മൾ തിരഞ്ഞെടുക്കണം. നമ്മുടെ വ്യക്തിത്വത്തിന് ഒരു സമഗ്രത വേണം. സമഗ്രത ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ രഹസ്യമായിട്ട് പോകും. ചിലരുടെ മുന്നിൽ പറയത്തില്ല. എല്ലാവരുടെയും മുന്നിൽ എല്ലാം പറയാൻ പാകുന്ന രീതിയിൽ, നമ്മളെ പ്രദർശിപ്പിക്കാവുന്ന രീതിയിൽ നമ്മൾ പ്രൂവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇതിന് മാറ്റങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പം ജിസ്ന പറഞ്ഞ ഒരു പോയിന്റിനെ ഞാൻ എതിർക്കുകയാണ്. ബിക്കോസ് ആരും ഇല്ല കേൾക്കാനെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്നത്തെ ഒരു ഇതിൽ നിരവധി ഫെസിലിറ്റീസ് ഉണ്ടെന്ന് തന്നെ പറയും. ബിക്കോസ് ഇങ്ങനത്തെ കൗൺസിലിംഗ്, അങ്ങനത്തെ പല പല ഫെസിലിറ്റീസ് ഉണ്ട് നമുക്ക് നമ്മുടെ വിഷമങ്ങൾ പറയാനും ഒക്കെ. തന്നെയല്ല, പുറത്തും ഏജൻസികൾ ധാരാളം ഉപയോഗപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ഒരു കാര്യത്തിലാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൗൺസിലിങ്ങിനോട് ഒരു താല്പര്യം ഉണ്ടാവണമെന്നുണ്ടോ? ഇപ്പം സ്വന്തം ഒരു മാതാപിതാക്കളോടോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ഒരാളോട് പറയുന്നത് പോലെ എല്ലാവർക്കും കൗൺസിലിംഗിൽ എല്ലാം തുറന്ന് പറയണമെന്നുണ്ടോ? എല്ലാവരും 100% പെർഫെക്റ്റ് അല്ല, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരാൾക്ക് നമ്മൾ ഒരു കാര്യം ഷെയർ ചെയ്യുകയാണെങ്കിൽ തന്നെ അവർ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കണമെന്നില്ല. കാരണം ഈ ഒരു സമയത്ത് നമുക്ക് കൗൺസിലിംഗിൽ നിന്ന് തുടങ്ങാം. ഈ ഒരു സമയത്ത് ഇപ്പോൾ എല്ലാ സ്കൂളുകളിലാണെങ്കിൽ പോലും ഒരു കൗൺസിലിംഗ് സെക്ഷനായിട്ട് തന്നെ ഒരു സമയം മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ട്. എല്ലാ സ്ഥാപനങ്ങളിലും ഇപ്പോൾ ഉണ്ട്. ഇപ്പം സ്പെഷ്യലി സ്കൂളുകളിലൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യം സ്കൂളുകളൊക്കെ തന്നെ. അപ്പോൾ ഈ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാവരോടും പെട്ടെന്ന് കാണുന്ന ഒരാളെ പെട്ടെന്നൊരു ഒന്ന് വിശ്വസിക്കാനായിട്ടോ ഒന്ന് അറിയാനായിട്ടോ ഒന്നും പറ്റിയെന്ന് വരത്തില്ല. പിന്നെ അതാണ് കൗൺസിലറുടെ ജോലി. അതായത് ആ കൗൺസിലിംഗ് ചെയ്യുന്ന ആൾ നമ്മളൊരു എന്നെ വിശ്വസിക്കാം, നിങ്ങൾക്ക് എന്ത് വേണേൽ എന്നോട് പറയാം എന്നുള്ളൊരു വിശ്വാസം അവർക്ക് ഉണ്ടാക്കിയെടുക്കണം. ഈ തത്വത്തിൽ ഈ കൗൺസിലിംഗ് എന്ന് പറയുന്ന ആ കാര്യം നമ്മളെ മൂല്യങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ലക്ഷ്യബോധവും ഇല്ലാതെ നമ്മൾ ആകാൻ ആഗ്രഹിക്കുന്ന പോലെ, ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ പ്രവർത്തിക്കുകയും പെരുമാറുകയും ചെയ്തു. അത് നമ്മളിൽ തന്നെ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നു, സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നു, ബന്ധങ്ങളിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നു. അപ്പോൾ നമ്മൾ കൗൺസിലിംഗ് ചെയ്യുമ്പോഴത്തേക്ക് കൗൺസിലർ നമ്മളോട് പറഞ്ഞു നമ്മുടെ പ്രശ്നങ്ങൾ കേട്ട് നമ്മൾ തന്നെ പരിഹാരം ചോദിച്ചു വാങ്ങിയിട്ട് നമ്മളെ എവിടേക്ക് കൊണ്ടുപോവുകയാണ്? മൂല്യങ്ങളിലേക്ക് കൊണ്ടുപോവുക. വളരെ പ്രധാനപ്പെട്ടതാണ്. ആർക്കും കൗൺസിലിംഗ് ആകാം. പപ്പയ്ക്കാകാം, മമ്മിക്കാകാം, ടീച്ചറിനാകാം, സ്റ്റുഡൻറ്റിനാകാം, പ്രിൻസിപ്പളിനാകാം, പിയൂണിനാകാം, ആർക്കും കൗൺസിലിംഗ് ആകാം. നമ്മളിവിടെ നിന്നുണ്ടല്ലോ, നമ്മുടെ ഈ പ്രമേയത്തെ നമ്മൾ ചർച്ച ചെയ്തു. നമുക്കൊരു പരിഹാരം വേണ്ടേ? അതല്ലേ വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ജീവിതശൈലി മാറിക്കൊണ്ടിരിക്കും, ജീവിത മൂല്യങ്ങൾ മാറാതെ നിൽക്കും. പക്ഷെ പരിഹാരം വേണമല്ലോ. അപ്പം നിങ്ങൾ നിർദ്ദേശിച്ച കാര്യങ്ങൾക്ക് പരിഹാരം എന്തായിരിക്കും? ഒരു ബാലൻസ് ആയിട്ട് പോകണം. അതായത് ഇപ്പം ഈ പഴയ ചിന്തകളുള്ളവരെ നമ്മളിലേക്ക് ഇറങ്ങി വരണം. അതുപോലെ നമ്മളും അവരെ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കണം. രണ്ടുപേരുടെ ഒരു ബാലൻസ് ആയിട്ട് പോയാൽ നമുക്കിതിനൊരു കൂടുതൽ നിരാശയിൽ നിന്ന്. ഇപ്പം കഴിഞ്ഞ ദിവസം ഐശ്വര്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതായത് ഫോൺ കണ്ടതിന് വഴക്ക് പറഞ്ഞതിൻ്റെ പേരിലാണ് കുട്ടി ഇറങ്ങിപ്പോയത്. പക്ഷേ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതോടെ നിമിഷ നേരങ്ങളിൽ കുട്ടിയെ കണ്ടുപിടിച്ചു. പക്ഷേ ആ അമ്മ സ്നേഹത്തോടെയോ അങ്ങനെ വല്ലതും പറഞ്ഞ് ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു പരിധി വരെ ആ പോക്ക് നമുക്ക് ഒഴിവാക്കാമായിരുന്നു. മാതാപിതാക്കൾ മക്കളിലേക്കൊന്ന് ഇറങ്ങിച്ചില്ലേ, അതുപോലെ മക്കളും തിരിച്ച് മാതാപിതാക്കളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ നമുക്കിതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു മനസ്സിലാക്കലിൻ്റെ തലം, മൂല്യങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്
ബന്ധങ്ങളിൽ മനസ്സിലാക്കലിൻ്റെ തലം വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു അറിവ് ഉണ്ടായിരിക്കണമെന്നാണ് പിന്നെ അടുത്തൊരു പോയിന്റ്. കാരണം ഒരു 1.5 വർഷം മുമ്പ് ഇസ്രായേലും പിന്നെ പാലസ്തീൻ തമ്മിലൊരു യുദ്ധം ഉണ്ടായിരുന്നു. അന്ന് സത്യം പറഞ്ഞ് ഞാൻ അന്ന് രാവിലെ ഒന്ന് എണീറ്റ് ഇൻസ്റ്റ നോക്കിയപ്പോഴത്തേക്കിനും എല്ലാവരും സ്റ്റോറി ഇട്ടത് കണ്ടത് ഓൾ ഐസ് ഓൺ റാഫ എന്നുള്ളൊരു ടെംപ്ലേറ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് ഇട്ടത്. ഞാൻ പലരോടും ചോദിച്ചു എന്താ സംഭവം എന്നൊക്കെ ഞാൻ ചോദിച്ചു. ആർക്കും അറിയത്തില്ല. അപ്പം പിന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെ യുദ്ധത്തിനുണ്ടായ ഒരു സംഭവം ഇങ്ങനെ അതിനെ ബേസ് ചെയ്തിട്ട് ഇങ്ങനെയാണെന്ന് ഇട്ടേക്കുന്നത് മനസ്സിലായത്. അപ്പം പലർക്കും ഇതെന്താ സംഭവം, ഒരു ട്രെൻഡാണെങ്കിൽ പോലും ഇതെന്തിനാണെന്ന് അറിയത്തില്ല. പക്ഷെ എന്നാലും അവരതിന് പുറകെ എല്ലാവരും ചെയ്യുന്നു, സോ ഞാനും ചെയ്യുന്നു എന്നുള്ള രീതിയിൽ തന്നെ അവർ പോകുന്നു. അത് മാറ്റി ഞാൻ എന്ത് ചെയ്യുന്നു, എന്തിന് ചെയ്യുന്നു എന്നത് മനസ്സിലാക്കണം. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്കൊരു അറിവും ഉണ്ടാകേണ്ടതായിട്ട് ഉണ്ട്. ഇപ്പോൾ ഇപ്പോൾ ഇമ്മാനുവൽ പറഞ്ഞ പോലെ ഞാൻ എന്തിനു വേണ്ടിയാണ് അത് ചെയ്യുന്നതെന്നൊരു അറിവുബോധം ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ കേരളത്തിലെ ലഹരികളുടെ ഉപയോഗം കുറഞ്ഞേനെ. നമ്മൾ റെഫർ ചെയ്യാത്ത ഒരു കാര്യമായത്. കാരണം ഇപ്പോൾ എന്തെങ്കിലും ഒരു വിഷമം വന്നു, ഇമ്മാനുവൽ പറഞ്ഞ പോലെ നമ്മൾ ഏറ്റവും കൂടുതലും പാരൻസിനെക്കാട്ടിലും ഫ്രണ്ട്സിനോടാണ് എല്ലാം പറയുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഫ്രണ്ട്സിനോട് നമ്മൾ അങ്ങനെ എടാ വീട്ടിൽ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, ഞാൻ എന്തോ ചെയ്യും. അപ്പോൾ ഈ ഫ്രണ്ട്സ് പറയാണ് എടാ ഇങ്ങനൊരു സാധനമുണ്ട്, നീ ഇത് ഉപയോഗിച്ച് നോക്ക്, അപ്പം നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. വിവേകം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ട ആ സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. പക്ഷേ എനിക്കൊരു ബോധ്യം ഉണ്ടാകണം, ഞാനത് ചെയ്തത് എന്ന് നമുക്കുള്ളിൽ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ നമ്മളത് അതിൽ നിന്നും. അതായത് ചില കുട്ടികൾക്ക് ബോധ്യമില്ലെന്നേ, അതാണ് പ്രശ്നം. അവരെ കൂട്ടുകാർ വഴിതെറ്റിക്കുന്നു എന്നാണ് ജിയാന പറഞ്ഞത്. പിന്നെ അവരെ ഇപ്പോൾ കൂട്ടുകാരെ ഇപ്പോൾ പറഞ്ഞല്ലോ കിട്ടാൻ എളുപ്പമാണ്, നമ്മളെ മനസ്സിലാക്കുന്നവരാണ്. അവരെ കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു വിശ്വാസം കാരണം അതെങ്ങാനും ഉപയോഗിക്കാൻ വളരെയേറെ സാധ്യത കൂടുതലാണ്. അടിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പിന്മാറാന്നും പറയുന്നതും ബുദ്ധിമുട്ട് തന്നെയാണ്. അച്ഛാ, വീട്ടുകാർ തന്നെ ഇതിനെപ്പറ്റി ഒന്ന് പറയണ്ടേ? അതായത് ഇപ്പോൾ ഏതാണ് നല്ല കൂട്ടുകെട്ട്, ഏതിനെപ്പറ്റിയാണ്, അതിനെപ്പറ്റി ഒരു സ്റ്റഡിയെങ്കിലും ജസ്റ്റ് ഒന്ന് മെൻഷനെങ്കിലും ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞൊരു കാര്യം, നമ്മൾ ഈ ഉണ്ടുറങ്ങി മാത്രം ജീവിച്ചാൽ പോരാ. നമ്മൾ ഈ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എല്ലാവർക്കും ഒരു സമഗ്രമായ അറിവ്, ഒരു മിനിമത്തിലുള്ള അറിവ് ഉണ്ടായിരിക്കണം. അത് പങ്കുവയ്ക്കുകയും ചെയ്യണം, രഹസ്യമായിട്ട് വെച്ചാൽ പോരാ. പിന്നെ സമാധാനം. ഒരു യുദ്ധം മറ്റൊരു യുദ്ധത്തെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു മനുഷ്യർ തമ്മിലൊരു പ്രശ്നം ഉണ്ടായാൽ അത് കൂടിയേ വരുള്ളൂ. അത് പരിഹരിക്കണം, സ്വയം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സോൾവ് ചെയ്ത് പരിഹരിക്കണം. അല്ലെങ്കിൽ അത് കൂടി വന്ന് പിന്നെ അത് ചിലപ്പോൾ വലിയൊരു പ്രശ്നത്തിലേക്ക്. ഇങ്ങനെ നമ്മൾ എപ്പോഴും സമാധാനത്തിന്റെ ഒരു ഫാക്ടർ നമ്മൾ ഒന്ന് നോക്കുകയാണെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇങ്ങനെ ഒരു സമാധാന ചർച്ചയ്ക്ക് പകരം എന്നത്തിനാണ് എപ്പോഴും യുദ്ധം ഉണ്ടാക്കുന്നത്? അതിന്റെ ഒരു ചോദ്യത്തിന് ഒരു മറുപടി എന്ന് പറയാമോ? അത് ചിലപ്പോൾ അവരുടെ ഫോൾട്ട് ആയിരിക്കും. കാരണം സമാധാനത്തോടെ ഇടപെടേണ്ട കാര്യമാണ് ഓരോന്നും. അല്ലെങ്കിൽ ഒരു യുദ്ധം വന്നാൽ പിന്നെ അത് മുഴുവനും തകർത്ത് കളയുക ചെയ്യണം ഒരു സ്ഥലത്ത് തന്നെ. ഫോർ എക്സാമ്പിൾ ഇസ്രായേൽ ഗാസ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്, ഇതുവരെ എൻഡ് ആയിട്ടില്ല. ലോകത്തിൽ സമാധാനം. ഈ യുദ്ധത്തിന് പകരം അവർക്ക് സമാധാനത്തോടെ അവർക്ക് അത് ചെയ്യാൻ പറ്റുമോ? ഓഫ് കോഴ്സ് പറ്റും. അത് അവർക്ക് പറയാൻ സാധിക്കും. അവിടെ സമാധാനത്തോടെ വർത്തിച്ചാൽ ആ യുദ്ധങ്ങൾ പറയാൻ സാധിക്കും. എന്നാ യുദ്ധം വേണ്ട, എന്നാ എല്ലാവർക്കും കൂടെ പറഞ്ഞൂടെ, എന്നാ യുദ്ധം വേണ്ട, സമാധാനത്തോടെ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞൂടെ? പക്ഷേ ഈ ലോക സമാധാനത്തെ ഇല്ലാതാക്കുന്ന ഒരു പ്രധാന ഘടകമല്ല ഈ യുദ്ധം. അതിന് എത്ര ആളുകൾക്കാണ് ഈ പ്രശ്നം എഫക്ട് ചെയ്യുന്നത്. ഇപ്പം ഒന്നറിയാത്ത നിസ്സാര മനുഷ്യർ, ഇപ്പോൾ പിഞ്ചു കുഞ്ഞുങ്ങളെ പോലെ ഈ യുദ്ധത്തിൽ എത്രമാത്രമാണ് ദ്രോഹിക്കപ്പെടുന്നത്. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു പ്രശ്നം തന്നെയല്ലേ? കുറേ കുഞ്ഞുങ്ങൾ ആണ് യുദ്ധത്തിൽ മരിക്കുന്നത്, അവർക്കൊന്നും അറിയില്ല അതിനെക്കുറിച്ച്. വാസ്തവത്തിൽ സ്ത്രീകളും കുട്ടികളും ദുർബലരുമായ മനുഷ്യരാണ് യുദ്ധത്തിൻ്റെ ഇരകളായിട്ട് മാറുന്നത്. വാസ്തവത്തിൽ സമാധാനം വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. അത് ലോകം ഒന്നിച്ച് ചിന്തിക്കേണ്ടതാണ്. പക്ഷെ ഒരു തുടക്കം ഇവിടുന്ന് വേണമല്ലോ നമുക്ക്. പക്ഷേ അച്ചോ, എല്ലാവരും സാമ്പത്തികത്തിന്റെ പുറകിലല്ലേ? അതായത് ഇപ്പോൾ യുദ്ധം നടക്കുന്നത് തന്നെ എന്തെങ്കിലും ഒരു സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയല്ലേ? യുദ്ധവും ഒരു സാമ്പത്തിക വളർച്ചയുടെ കാര്യമായിട്ട് നമുക്ക് കരുതാവുന്നതാണ്. പക്ഷേ ആ സമയത്ത് അവർ വിചാരിക്കുകയാണ്, ഇപ്പം ഞാനിങ്ങനെ ഒരു സാമ്പത്തികമായിട്ട് ഒരു രാജ്യത്തിൻ്റെ നേതാവ് വിചാരിക്കുകയാണ്, ഞാൻ ഇങ്ങനെ സാമ്പത്തികത്തിന് വേണ്ടി ഈ രാജ്യത്തെ അതിക്രമിച്ച് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ അവിടെയുള്ള പിഞ്ചു കുഞ്ഞുങ്ങളും സ്ത്രീകളും ഒരുപാട് പേര് മരിക്കും. അപ്പം ആ ഒരു ചിന്തയുണ്ടെങ്കിൽ ഈ ഒരു യുദ്ധം ഒഴിവാക്കാൻ സാധിക്കും. അങ്ങനെ എല്ലാവരും ചിന്തിക്കണമെന്നില്ലല്ലോ. ആ ഒരു അറിവ് എല്ലാവർക്കും ഉണ്ടാകണം. അത് വീട്ടിൽ നിന്ന് ഒരാൾ ചെറുപ്പം മുതലേ പഠിക്കണം. സമാധാനം വീട്ടിൽ നിന്ന് പഠിച്ചു തുടങ്ങിയാൽ ചെറുപ്പത്തിൽ അവരെ പഠിച്ചിട്ടില്ലാത്ത സംഭവം. വാസ്തവത്തിലുണ്ടല്ലോ ഇവിടെ ഒരു മാറ്റം ഉണ്ടാകേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൂല്യങ്ങൾ എപ്പോഴും അടിസ്ഥാനം ഇടേണ്ടത് എവിടെയാണ്? കുടുംബത്തിലാണ്. കലാലയ സ്കൂളുകളിലും കോളേജുകളിലും. അവിടെ നിന്ന് നഷ്ടപ്പെട്ടാൽ ക്ലാസ് മുറികളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് നമ്മുടെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലും നിഴലിക്കും.
അതാണ് ഇപ്പോൾ നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അരക്ഷിതാവസ്ഥയുടെ എല്ലാം കാര്യകാരണങ്ങൾ. അച്ചോ, കുടുംബത്തിൽ തന്നെ എത്ര പേര് പറയുന്നുണ്ട് നല്ലൊരു മനുഷ്യനാവണമെന്ന്. അത് ഇപ്പോൾ എല്ലാവരും വെൽത്തിൻ്റെ പൈസയ്ക്ക് പുറകിലും നല്ലൊരു ജോലിക്ക് പുറകിലും എല്ലാത്തിനും നല്ലതായിട്ട് പഠിക്കുക, നീ വലിയൊരു പൊസിഷനിലാവില്ല, അങ്ങനെയൊക്കെയാണ് ടീച്ചേഴ്സും വീട്ടിലുള്ളവരും എല്ലാവരും ഞാൻ പറഞ്ഞ പറയുന്നത്. സത്യം, അത് ഒരു കാതലായ മാറ്റം നമ്മുടെ അധ്യാപകർക്കിടയിലും നമ്മുടെ മാതാപിതാക്കൾക്കിടയിലും നമ്മുടെ കുടുംബ വ്യവസ്ഥയിലും ഉണ്ടാകേണ്ടത് അനിവാര്യമായ ഒരു മുന്നറിയിപ്പാണ് ഇത്. ഈ മുന്നറിയിപ്പെ നമ്മൾ ലാഘവത്തോടെ കണ്ടു കഴിഞ്ഞാൽ സാമ്പത്തികമായ ഉയർച്ചയും വളർച്ചയാണ് പ്രധാനപ്പെട്ടതെന്ന് നമ്മൾ കരുതും. അച്ഛാ ഇപ്പോൾ പറഞ്ഞ പോലെ നന്നായി പഠിക്കണം, ജോലി ചെയ്യണം, പൈസ വാങ്ങിക്കണം, അതാണ്. പക്ഷേ നമുക്ക് ഒരിക്കലും പൈസ ഇല്ലാതെ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. എല്ലാവരും വലിയ കാര്യമായിട്ടൊക്കെ പറയും മണി കാൺ ബൈ ഹാപ്പിനെസ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എന്തിനും ഏതിനും ഇന്ന് പണം വേണം. പണം ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റത്തില്ല. പണത്തിന് വേണ്ടി നമുക്ക് എന്തും ആകാവോ? അങ്ങനെ എന്തോ ആവാമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ പണം ഏതിൻ്റെ അടിസ്ഥാനമാണ്. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു അസുഖം വന്നു, ആശുപത്രി പോകണം, പണം ഇല്ലെങ്കിൽ അസുഖം നമുക്കത് ഭേദമാക്കാൻ പറ്റത്തില്ല. നമുക്കൊരു പരിഹാരത്തിൻ്റെ വഴിയിലേക്ക് വരേണ്ടതായിട്ടുള്ളൂ. ഒന്ന്, ഇവിടെ മനസ്സിലാക്കേണ്ട തലം കൂടേണ്ടതായിട്ടുണ്ട്. രണ്ടാമത് എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോൾ ഈഗോയാണ് ഇന്നത്തെ ഈ ഒരു സമൂഹത്തിൽ ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത്. ഈഗോ ഒരു മൂല്യമാണോ? അല്ല, മൂല്യമല്ല. അല്ല, ഈഗോ മാറ്റുവാണെങ്കിൽ ഇതിപ്പം ഒന്ന് സമഗ്രമായി പണിയപ്പെടാത്തതിന്റെ വിപത്താണ് ഈഗോ. അപ്പം ഒന്ന് സോറി പറയാനും അങ്ങനെയാണെങ്കിൽ ഇതുപോലുള്ള യുദ്ധങ്ങളോ അങ്ങനത്തെ പല പല പ്രശ്നങ്ങളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. തിന്മയെ നന്മ കൊണ്ട് വിജയിക്കാൻ നമ്മൾ പഠിക്കണം. എന്തെന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പം വഴക്കുണ്ടാക്കി, എന്നാൽ ആ വഴക്കുണ്ടാക്കിയെങ്കിൽ ആ ആളോട് നമ്മൾ പോയി ക്ഷമ ചോദിക്കാൻ പഠിക്കണം. അല്ലാതെ അവരിങ്ങോട്ട് വന്ന് ക്ഷമ ചോദിച്ചാലേ ഞാൻ മിണ്ടു. പക്ഷേ എപ്പോഴും പോയി ക്ഷമ ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർ തന്നെ നമ്മുടെ തലയിൽ കയറില്ലേ? അതായത് ഇപ്പോൾ എന്താ പറയുന്നത്, ഇപ്പം നമ്മളിപ്പോൾ ഒരാളോട് ക്ഷമിച്ചെന്ന് ഓർത്തോ, പക്ഷെ അയാൾക്ക് ആ ക്ഷമ ഏറ്റുവാങ്ങാൻ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഐ എം സോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് അത് എന്താ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഇതില്ല. അത് അക്സെപ്റ്റ് ചെയ്യണം. അതാണൊരു അത് അക്സെപ്റ്റ് ചെയ്താൽ പിന്നെ കൂടുതൽ പ്രശ്നത്തിലേക്ക് പോവില്ല. എത്ര പേര് അക്സെപ്റ്റ് ചെയ്യും നമ്മുടെ ഈ സമൂഹത്തിൽ? ഒരു ഇത് പറയുന്നുണ്ട്, സ്മോൾ വേർഡ്സ് ക്യാൻ മേക്ക് എ ബിഗ് ഡിഫറൻസ്. ചർച്ചയിൽ സമഗ്രമായിട്ട് വിളിച്ചാണ് നമ്മൾക്ക് പരിഹാരത്തിന്റെ തലം നമ്മൾ വിട്ടുപോവുക. നമ്മൾ ഇവിടെ വീണ്ടും നിൽക്കുക, മനസ്സിലാക്കണം. ഈഗോയുടെ തലം നമ്മൾ വിട്ടുകളയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ തന്നെ നമുക്കൊരു റോൾ മോഡൽസ് ആകണം. മാതാപിതാക്കൾ റോൾ മോഡൽസ് ആണോ, അപ്പോൾ അധ്യാപകരും റോൾ മോഡൽസ് ആണോ? എല്ലാത്തിനെയും പറ്റിയുള്ള ഒരു അറിവ്, ഒരു സമഗ്രമായ അറിവ് വേണം. എല്ലാവരും ഒരുമയുടെ തലത്തിന് കുറച്ചും കൂടി പ്രാധാന്യം കുടുംബ വ്യവസ്ഥയിലും വ്യവസ്ഥയിലും ഷെയറിംഗ് ഉണ്ടാകണം. റെസ്പെക്ട് ഉണ്ടാവണം. എൽഡേഴ്സിനെ പേരൻസിനെയൊക്കെ റെസ്പെക്ട് ചെയ്യാൻ എല്ലാവരും പഠിക്കണം. അതൊരു ബേസിക് മൂല്യമാണ് തീർച്ചയായിട്ടും. പിന്നെ ഏതൊക്കെ തരത്തിലാണ് ബന്ധങ്ങളുള്ളതെന്നും നമ്മളെ എങ്ങനെയൊക്കെയാണ് നമ്മളെ ഒരാളെ സ്നേഹിക്കുന്നതെന്നും അങ്ങനെ ഏതൊക്കെയാണ് ചതിക്കുഴികൾ, എന്തിനു വേണ്ടിയിട്ടാണ്, സ്വാർത്ഥതയുണ്ടോ, ചതിക്കുഴികൾ എന്തൊക്കെയാണ്, ലോകത്തിൻ്റെതായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, അതിനെക്കുറിച്ച് എല്ലാത്തിനും ഒരാളെ സ്നേഹിക്കുന്നതിന് പിന്നിൽ നമ്മൾ വിവേചനാശക്തി നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഉണ്ട്. ഇപ്പം നമ്മൾ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, എന്തും നമ്മൾ കരുത്തോടെ നേരിടാൻ പഠിക്കണം. ഏതായാലും ഈ എപ്പിസോഡ്, ഈ ഇഗ്നൈറ്റ് 2024 ഇവിടെ പൂർണ്ണമാകുമ്പോഴത്തേക്ക് ഈ കാലഘട്ടത്തിലെ യുവമിഥുനങ്ങൾക്ക് അവരുടെ ജീവിതത്തെ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിലയിൽ ഒരു സമഗ്രമായ അറിവുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതായത് മൂല്യങ്ങൾ ഉണ്ടാകണമെന്നും അതോടൊപ്പം തന്നെ ബേസിക് മൂല്യങ്ങളെല്ലാം ഉണ്ടാകണമെന്നും അതോടൊപ്പം തന്നെ ജീവിതശൈലിയിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴും മൂല്യങ്ങളെ ബലികഴിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല എന്നും ട്രെൻഡിനെ നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ടെന്നും ആനുപാതികമായ വളർച്ച നമുക്ക് ഉണ്ടാകാനായിട്ട് ഈ ഒരു പ്രക്രിയയിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ ചർച്ച നമുക്ക് നൽകുന്നത്. ഈ ചർച്ചയിൽ പരിപൂർണമായിട്ട് സഹകരിച്ച നിങ്ങളെല്ലാവരോടും ഈ പാനലിസ്റ്റ് എന്ന നിലയിൽ ഏറ്റവും കൃത്യമായ രീതിയിൽ നന്ദി പ്രകടിപ്പിക്കാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുക. നിങ്ങളുടെ ചർച്ചകളും നിങ്ങളുടെ ഇൻവോൾവ്മെൻറ്റ്സും എല്ലാം വളരെ ഫലപ്രദമായിരുന്നു. കുടുംബത്തിന് പ്രാധാന്യം കൊടുത്തു, ട്രെൻഡിന് പ്രാധാന്യം കൊടുത്തു, അടിസ്ഥാന മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു, ന്യായത്തിനും നീതിക്കും പ്രാധാന്യം കൊടുത്തു, സ്നേഹത്തിൻ്റെ കുറവ് കൂടുതലെക്കുറിച്ചുള്ള ഗൗരവമായ ചർച്ചകൾ ഇവിടെ ഉണ്ടായി. നമുക്കിത് ഒന്ന് പ്രാക്ടിക്കലും കൂടി ആക്കണ്ടേ? അതിനല്ലേ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഇതെല്ലാം പ്രാക്ടിക്കലാക്കാനായിട്ടാണ്, നമ്മളിവിടെ പങ്കുവച്ച അഭിപ്രായങ്ങളെല്ലാം പ്രാക്ടിക്കലാക്കാനായിട്ടാണ് ദൈവം നമുക്കൊരു ജീവിതം തന്നിരിക്കുന്നത്. അതിനെ നമുക്ക് ഇപ്രകാരം പണിയാനായിട്ട് ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ നന്ദി പറയുകയും ചെയ്യുന്നു.